നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. ദൃശ്യമാധ്യമ കുത്തകകൾക്കെതിരെ ജനകീയ ബദൽ. കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനത്തിന് ഗംഭീര തുടക്കം. ആളും തരവും നോക്കി മാത്രം നടപടി. ഹൌസ് ബോട്ട് ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനവും യോഗവും. കുട്ടികൾക്കായി പീഡനരഹിത ലോകം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ആലപ്പുഴ ജില്ലാ ജഡ്ജി P. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇമ്മിണി വലിയവർക്കിരിക്കാൻ ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ VVIP പവലിയൻ. വിശദമായ വാർത്തകളിലേക്ക്. ദൃശ്യമാധ്യമ രംഗത്തെ അധിനിവേശത്തിനെതിരായ ജനകീയ ബദൽ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനത്തിന് ഗംഭീര തുടക്കം. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പ്രൊഫസർ ചന്ദ്രിക അധ്യക്ഷയായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം വർണ്ണോജ്വലമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ആരംഭിച്ചത്. ആയിരക്കണക്കിന് COA പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ, V. ശിവൻകുട്ടി MLA, K. മുരളീധരൻ MLA, മുൻ കേന്ദ്രമന്ത്രി O. രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് നടപടി പടിയും തരവും നോക്കിയെന്ന് പരാതി. പള്ളാതുരുത്തിയിൽ ഹൌസ് ബോട്ട് ജീവനക്കാരെ രാത്രിയിൽ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രകടനവും യോഗവും. പള്ളാതുരുത്തിയിൽ രാത്രിയിൽ സ്റ്റേ ചെയ്തിരുന്ന ഹൌസ് ബോട്ടിലെ ജീവനക്കാരെയാണ് കാക്കത്തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. ഉറങ്ങിക്കിടന്ന ജീവനക്കാരനെ ബോട്ടിൽ കയറി അക്രമി സംഘം അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഹൌസ് ബോട്ട് ജീവനക്കാരെ മർദ്ദിച്ച ഗുണ്ടാ സംഘത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൌസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. റിവർ വോൾഗയിലെ ജീവനക്കാരൻ ഷിബുവിനാണ് മർദ്ദനത്തിൽ ഏറെ പരിക്കേറ്റത്. പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിൽ വീണ്ടും കൊട്ടേഷൻ സംഘം ആക്രമിച്ചെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. പള്ളാത്തുരുത്തിയിൽ ചേർന്ന യോഗം യൂണിയൻ ജനറൽ സെക്രട്ടറി PK സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഷിബു എന്ന് പറയുന്ന ഈ തൊഴിലാളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ഒരു കുറ്റം മാത്രമാണ് റിവർ ആൻഡ് കൺട്രിയിലെ നമ്മുടെ ലതികുമാർ എന്ന് പറയുന്ന നിങ്ങളെല്ലാം അറിയപ്പെടുന്ന വാവച്ചി ചെയ്തിട്ടുള്ളത്. ഇന്നലെ വാവച്ചിയെ ഈ പ്രതിയായിട്ടുള്ള ഷിബുവിനെ തല്ലിയ കേസിൽ പ്രതിയായിട്ടുള്ള തങ്കച്ചൻ 4-5ഓളം വരുന്ന ഗുണ്ടകളുമായി ഈ മേഖലയിൽ കടന്നു വന്ന് വാവച്ചി എന്ന് പറയുന്ന ലതികുമാറിനെ മൃഗീയമായി തല്ലുകയുണ്ടായി. അതും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ 2 സംഭവങ്ങളിലും പോലീസ് അനാസ്ഥ പാലിക്കുകയാണ്. യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ പോലീസ് എടുത്തിട്ടില്ല. K. പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. MP അനിരുദ്ധൻ, R. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റിയും ബാലാവകാശ കമ്മീഷനും സാമൂഹ്യ നീതി വകുപ്പും സംയുക്തമായി കുട്ടികൾക്ക് പീഡനരഹിത ലോകം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി ഒരു പീഡനരഹിത ലോകവും നിയമം നടപ്പാക്കലും ഉത്തരവാദിത്വവും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജി P. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ N. പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. വളരെ ചെറിയ കാര്യമാണ്. ആ ഹറാസ്മെന്റ് ആയപ്പോൾ ഇതെല്ലാം സ്പെഷ്യൽ കേസുകളായി മാറിയ ഒരവസ്ഥയാണ്. അതുപോലെ അസാൾട്ട്, സെക്ഷൽ അസാൾട്ട്, അഗ്രിവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, ഇതിനൊക്കെ കൊടുക്കുന്ന ശിക്ഷ 7 കൊല്ലവും 10 കൊല്ലവും റിപ്പീറ്റഡ് ഒഫൻസിന് ഭയങ്കരമായ പ്രശ്നമാണ്. ഇതെല്ലാം ജില്ലാ സെഷൻസ് കോർട്ടിലാണ് ട്രയൽ നടക്കുന്നത്. അത്ര സീരിയസ് ആയിട്ട് നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാതാക്കൾ ഗണിക്കുന്ന ആ സമയത്താണ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ് പറയുന്നത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് സ്ഥിരം പവലിയൻ ഒരുങ്ങി. ഈ മാസം 17-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പവലിയൻ ഉദ്ഘാടനം നിർവഹിക്കും. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് സ്ഥിരം പവലിയൻ വേണമെന്ന ദീർഘകാല ആവശ്യം പൂവണിയുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി VIP പവലിയൻ നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിൽ ഉദ്ഘാടനം ചെയ്യും.
വള്ളംകളി പ്രേമികൾക്ക് സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷയായി പുതിയ പവലിയൻ ഒരുങ്ങുകയാണ്. 44 മീറ്റർ നീളമുള്ള പ്രധാന പവലിയനും അതിനോട് ചേർന്ന് 10 മീറ്റർ നീളമുള്ള അനുബന്ധ പവലിയനുമായി ഒരേ സമയം 1000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഓരോ ഗാലറിയിലും 10 നിരകളായി സീറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗാലറിക്ക് മുന്നിൽ അലങ്കാര വൈദ്യുത വിളക്കുകളും സ്ഥാപിച്ചു. പവലിയൻ നിർമ്മാണത്തിനായി 3.88 കോടി രൂപയും ഇതിനോടനുബന്ധിച്ചുള്ള സൗന്ദര്യവൽക്കരണ ജോലികൾക്കായി 4.44 കോടി രൂപയും സംസ്ഥാന ടൂറിസം വകുപ്പ് അനുവദിച്ചിരുന്നു. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷനാണ് ഗാലറിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഗാലറിയോടനുബന്ധിച്ച് വാടകയ്ക്ക് നൽകാവുന്ന രീതിയിൽ 10 കടമുറികളും ഉണ്ടാകും. 120 മീറ്റർ നീളത്തിൽ ഗ്രാനൈറ്റ് പാകിയ നടപ്പാതയും തയ്യാറായി. നിലവിൽ പുന്നമടക്കായലിന് നടുവിലെ പവലിയൻ മാത്രമാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഇവിടെ വിവിഐപികൾക്കും വിഐപികൾക്കും മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. പുതിയ പവലിയന്റെ നിർമ്മാണവും സൗന്ദര്യവൽക്കരണ ജോലികളും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ വേമ്പനാട്ട് കായലിന് നടുവിലെ സ്ഥിരം പവലിയൻ മാത്രമാണ് ഉള്ളത്. ഒരാഴ്ചയ്ക്കകം പുതിയ പവലിയന്റെ പണി തീർത്ത് ഉദ്ഘാടനം നിർവഹിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് DTPC അധികൃതർ. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCU വാർത്തകൾക്ക് വേണ്ടി ഹരീഷ് കൃഷ്ണൻ. ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫിറ്റർ, മെഷീനിസ്റ്റ്, ടർണർ ട്രേഡുകളിൽ ITI, ITC, VHSC ജയിച്ചവർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ബിടെക് ജയിച്ചവർക്കും അരൂർ കെൽട്രോൺ കൺട്രോൾസിൽ CNC മെഷീനിൽ സൌജന്യ പരിശീലനം നൽകും. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 21 വരെയാണ് പരിശീലനം. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ ഫെബ്രുവരി 13-നകം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ അതത് താലൂക്ക് വ്യവസായ ഓഫീസിലോ നൽകണം. പാതിരപ്പള്ളിയിലെ കേരള സംസ്ഥാന ഹോമിയോപ്പതിക് സഹകരണ ഫാർമസി ലിമിറ്റഡ് ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നടന്ന ഗോൾഡൻ മെഡി ഫെസ്റ്റിൽ വിവിധ മരുന്നുകൾ പരിചയപ്പെടുത്തി ശ്രദ്ധ നേടി. 4 പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിലെ തന്നെ മികച്ച ഹോമിയോ മരുന്ന് ഉൽപാദന സ്ഥാപനമായി ഹോങ്കോ മാറിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 23 സംസ്ഥാനങ്ങളിൽ ഈ സ്ഥാപനം മരുന്നുകൾ വിതരണം ചെയ്യുന്നു. പ്രതിവർഷം 15% ലാഭ വളർച്ച. 2012-13 50% വളർച്ച നേടാൻ സ്ഥാപനത്തിന് കഴിഞ്ഞതായി അധികൃതർ പറഞ്ഞു. സ്ഥാപനം നിർമ്മിച്ച മരുന്നുകളെക്കുറിച്ചുള്ള ലഘുലേഖകളും മരുന്നുകളുടെ സൌജന്യ സാമ്പിളുകളും മെഡിഫെസ്റ്റിൽ വിതരണം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ മിതമായ നിരക്കിലാണ് ഹോങ്കോ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചും അവ തടയുന്നത് സംബന്ധിച്ചും കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ADM KP തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ P പാർവതി ദേവി, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ അജിത് കുമാർ, ജയകുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശബ്ദമലിനീകരണ നിയന്ത്രണ നിയമം കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന ഉച്ചഭാഷിണികൾ പിടിച്ചെടുക്കണമെന്ന് ശബ്ദമലിനീകരണ നിയന്ത്രണ സമിതി സെക്രട്ടറി PP സുമനൻ. ഉച്ചഭാഷിണി ശബ്ദമലിനീകരണം കൊണ്ട് ജനങ്ങളെ ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഈ പരീക്ഷാ കാലത്ത് പോലും യാതൊരു നിയന്ത്രണമില്ലാത്ത രീതിയിലാണ് ഉച്ചഭാഷിണികൾ ഓരോരുത്തരും പരസ്പരം മത്സരിച്ചുകൊണ്ടാണ് ഉച്ചഭാഷിണി വെക്കുന്നത്. സമുദായത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണേലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണേലും അസഹനീയമായ ശബ്ദമാണ്. ഞങ്ങളെ നിരന്തരം ആൾക്കാർ വിളിച്ച് കേണപേക്ഷിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കൊടുക്കണമെന്ന്. പണ്ടൊക്കെ ഞങ്ങളെ DYSPയോടോ SP-യോടോ ഒക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അത് പരിഗണിക്കുമായിരുന്നു. ഇപ്പോഴവരെ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അവരൊന്നും നിയമം നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഋഷികാസ് രാജ് സിംഗ് മാത്രമേ ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുള്ളെന്ന് വന്നിരിക്കുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉച്ചഭാഷണികൾ പിടിച്ചെടുത്ത് കുറ്റവാളികളുടെ പേരിൽ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്യുമെന്നും ഉച്ചഭാഷണി ശബ്ദമലിനീകരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ച PP സുമനൻ പറഞ്ഞു. ഉച്ചഭാഷണി ശബ്ദമലിനീകരണത്തിനെതിരെ നിരവധി പരാതികൾ ഉണ്ടായിട്ടും ഇത് തടയാൻ നടപടിയുണ്ടാകുന്നില്ല. ശബ്ദശല്യം അനുഭവിക്കുന്നവരെയും രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ പരിസ്ഥിതി സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മാസം 23-ന് ആലപ്പുഴയിൽ കൺവെൻഷൻ സംഘടിപ്പിക്കും. കളക്ടറേറ്റ്, സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്കും കൺവെൻഷനിൽ തീരുമാനമാകും. ശബ്ദമലിനീകരണ നിവാരണ സമിതി സെക്രട്ടറി PP സുമനൻ, യുക്തിവാദി സംഘം ഭാരവാഹികളായ TG ചന്ദ്രപ്രകാശ്, S അനിൽ, മനുഷ്യാവകാശ സഹായ സമിതി സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ 48 കുളങ്ങൾ നവീകരിക്കുന്ന പദ്ധതിക്ക് അനുമതിയായതായി ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുതുകുളം പാലത്തുംപാട്ട് വെള്ളക്കെട്ട് നിവാരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ചുവരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. 4.89 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക.
ആദ്യഘട്ടമായി 17 കുളങ്ങൾ 1.68 കോടി രൂപ ചെലവിൽ സംരക്ഷിക്കും. കൈനകരി തോട്ടുവാതല കൈതവനത്തറയിൽ ഉദയഭാനുവിന്റെ വീടിന് സമീപത്തെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പരിഹാരം കാണുന്നില്ലെന്ന് പരാതി. പലതവണ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്ന് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ഉദയഭാനു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വീണ്ടും വാർത്തകളിലേക്ക്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ 136ാമത് ജന്മദിനാഘോഷത്തിന് മുന്നോടിയായി സർക്കാർ തലത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ജന്മദിനാഘോഷം നടക്കുന്ന ഫെബ്രുവരി 13 മുതൽ 19 വരെ ഇരവിപേരൂർ, ശ്രീകുമാർ നഗറിലും പരിസര പ്രദേശങ്ങളിലും കർശന പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും. വൈദ്യുതി, കുടിവെള്ളം എന്നിവ മുടക്കം കൂടാതെ ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കുട്ടനാട്ടിലേക്കുള്ള മെയിൻ പൈപ്പ് ലൈനിൽ പുതിയ പദ്ധതിയുടെ കമ്മീഷനിങ്ങിനോടനുബന്ധിച്ചുള്ള പണികൾ നടക്കുന്നതിനാൽ കുട്ടനാട്ടിലെ തലവടി, എടത്തുവ, മുട്ടാർ, രാമങ്കരി, ചമ്പക്കുളം, പുളിങ്കുന്ന്, കാവാലം എന്നീ പഞ്ചായത്തുകളിൽ തിരുവല്ലയിൽ നിന്നുള്ള ജലവിതരണം ഈ മാസം 12, 13 തീയതികളിൽ തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൈനകരി തോട്ടുമാത്തല ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ PSC കോച്ചിംഗ് ക്ലാസുകൾ ആരംഭിക്കുന്നു. തികച്ചും സൌജന്യമായി നടത്തുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വായനശാലയുമായി ബന്ധപ്പെടുക. പാടത്തെ പുളി ഇളകി കൃഷി നശിക്കുമ്പോഴും കരളലിയാതെ കൃഷിവകുപ്പ്. നീലമ്പേരൂർ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട പാടശേഖരങ്ങളിലാണ് പുളി ഇളകി വ്യാപകമായി കൃഷി നശിക്കുന്നത്. പുഞ്ചകൃഷി ഇറക്കിയിരിക്കുന്ന നീലമ്പേരൂർ കൃഷിഭവന്റെ കീഴിലുള്ള തെക്കേ കോഴിച്ചാൽ, വടക്കേ കോഴിച്ചാൽ പാടശേഖരങ്ങളിലാണ് വ്യാപകമായ പുളിയിളകൽ ഉണ്ടായിരിക്കുന്നത്. കാവാലം, നെടുമുടി, ചമ്പക്കുളം, കൈനകരി കൃഷിഭവൻ കീഴിലുള്ള പാടശേഖരങ്ങളിലും പുളിദോഷം മൂലം കൃഷിനാശത്തിലേക്ക് നീങ്ങുകയാണ്. രണ്ടാം കൃഷിക്ക് ശേഷം മഴ ലഭിക്കാത്തതാണ് പുഞ്ചകൃഷിക്ക് ദോഷമായത്. പുളിയിളക്കത്തിന് പരിഹാരമായി നീറ്റുകക്ക തന്നെ ഇടണമെന്നാണ് കുട്ടനാട്ടിലെ പരമ്പരാഗത കൃഷിക്കാർ പറയുന്നത്. ഡോളോമേറ്റോ, ഉപ്പോ, ബ്ലീച്ചിംഗ് പൌഡറോ ഇതിന് പകരമാകില്ല. എന്നാൽ ഒരേക്കർ നിലത്ത് നീറ്റുകക്ക ഇടണമെങ്കിൽ കക്കായുടെ വിലയും ഇടിൽക്കൂലി ചിലവും ഉൾപ്പെടെ 1600 രൂപയോളം ചിലവ് വരും. അതിനാൽ കൃഷി നശിക്കാതിരിക്കാൻ അടിയന്തര സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് നീലമ്പേരൂർ നെല്ലുൽപാദക സമിതികളുടെ കോർഡിനേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്റ്റാഫ് നഴ്സ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ PSC ഓഫീസിലേക്ക് നടന്ന മാർച്ചിനെ തുടർന്ന് നടത്തിയ ധർണ KGNA സംസ്ഥാന കമ്മിറ്റി അംഗം KP ഷീല ഉദ്ഘാടനം ചെയ്തു.
റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. മറ്റുള്ള ജില്ലകളിലെല്ലാം തന്നെ 6 മാസത്തിലധികമായി നിയമനം നടത്തിയിട്ട് നിയമന നിരോധനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാർ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തയും പുതിയതായ നിയമനം നടത്താത്തയും. കരാർ നിയമനങ്ങൾ പല ഓമന പേരുകളിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ ആശുപത്രികൾ നിയമിക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ എല്ലാ ആശുപത്രിയിലും സ്ഥിരം ജീവനക്കാരിലും അധികം താൽക്കാലിക ജീവനക്കാരാണ്. ആലപ്പുഴ മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണെങ്കിലും 100-ലധികം വേക്കൻസികളാണ് നിലനിൽക്കുന്നത്. ഹെൽത്ത് സർവീസിലും 100-ൽ കൂടുതൽ വേക്കൻസി നിലനിൽക്കെ തന്നെ ആലപ്പുഴ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തത് മറ്റുള്ള ജില്ലകളിൽ പോസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ 6 മാസത്തിലധികം ഈ തങ്ങളുടേതായ കാരണത്താലാണ് ഇവർ ജൂനിയറായി പോകേണ്ടി വരുന്നത്. ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് സ്ഥലം മാറി പോകുമ്പോൾ തന്നെ നമ്മുടെ സർവീസ് ജൂനിയറായി പോകും. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ജില്ലയിൽ നിയമനം കിട്ടാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചു പരീക്ഷ എഴുതി നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഇതുപോലെ പെരുവഴിയിലേക്ക് ഇറക്കിവിടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് MP സുധ അധ്യക്ഷത വഹിച്ചു. NM ജനീഷ്, മിതാ ബക്കർ, M ഷീന, പ്രസന്ന ബാബു, പ്രമീള, സന്തോഷ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷാഫലം വന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടും PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കുംഭമാസ പൂജകൾക്കായി ഫെബ്രുവരി 12-ന് വൈകിട്ട് 5:30-ന് തുറക്കും. കുംഭം 1 മുതൽ 5 വരെ പതിവ് പൂജകളായ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയ്ക്ക് പുറമെ വിശേഷാൽ പൂജകളായ പടിപൂജയും ഉദയാസ്തമന പൂജയും ഉണ്ടാകും. 5 ദിവസവും നെയ്യഭിഷേകം നടത്താം. 17-ന് രാത്രി 10-ന് അടയ്ക്കും. ദർശനത്തിനെത്തുന്നവർക്ക് താമസിക്കാൻ മുറികൾ മുൻകൂറായി ബുക്ക് ചെയ്യാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് MN കൃഷ്ണൻ ഫെബ്രുവരി 19, 20, 21 തീയതികളിൽ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. 19-ന് ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെയും 20-ന് എറണാകുളം ജില്ലയിലെയും 21-ന് ഇടുക്കി, കോട്ടയം ജില്ലകളിലെയും കേസുകൾ പരിഗണിക്കും. അന്ന് പരാതികൾ നേരിട്ട് സമർപ്പിക്കാം. ചരമവാർത്തകൾ. പുളിങ്കുന്ന് കരുക്കാവിഞ്ചിറ ഷാജി 52 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. വെളിയനാട് ചിങ്ങച്ചമ്പറമ്പിൽ അച്ചാമ്മ തൊമ്മി നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 3:30-ന് വെളിയനാട് മിഖായൽ ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ദൃശ്യമാധ്യമ കുത്തകകൾക്കെതിരെ ജനകീയ ബദൽ. കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനത്തിന് ഗംഭീര തുടക്കം. ആളും തരവും നോക്കി മാത്രം നടപടി. ഹൌസ് ബോട്ട് ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനവും യോഗവും. കുട്ടികൾക്കായി പീഡനരഹിത ലോകം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ആലപ്പുഴ ജില്ലാ ജഡ്ജി P. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇമ്മിണി വലിയവർക്കിരിക്കാൻ ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ VVIP പവലിയൻ. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.